ഞങ്ങളുടെ അച്ഛൻ നട്ട ആലിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ആൽ മരം കവളമുക്കട്ട ഈ ഗ്രാമത്തിന് തന്നെ ഒരു തണലായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. ഈ ആലിങ്ങൽ എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഇത് ഉണ്ണിയേട്ടനാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അടുത്തിരുന്നിട്ട് ഈ ഓർമ്മകൾ, ആ പഴയ ഓർമ്മകൾ, അച്ഛൻ്റെ ആ ഓർമ്മകൾ അയവിറക്കാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ, അച്ഛൻ്റെ കൃത്യനിഷ്ഠ, അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരുപാട് പേഴ്സണാലിറ്റീസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലങ്ങൾ ഓർക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ആൽ മരം എന്ന് പറയുന്നത് ആലിൻ്റെ ഒരു തൈയായിട്ട് വീട്ടിൽ നിന്നിരുന്നതായിരുന്നു. അപ്പോൾ അച്ഛനത് അന്ന് ഈ ആൽ മരം നാടിന് മുഴുവൻ തണലാവണം എന്നുള്ള താല്പര്യത്തോടു കൂടി അവിടുന്ന് ഈ ചെരങ്ങാത്തോടിൻ്റെ വക്കിലേക്ക് ഇങ്ങോട്ട് പറിച്ചു നടുകയായിരുന്നു. പണ്ട് ഈ മാജിക്കിൻ്റെ രംഗത്ത് ഉണ്ണിയേട്ടനാണ് എന്നെ ഈ മാജിക്കിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അച്ഛൻ ചില മാജിക്കിനൊക്കെ എതിരെ നിൽക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ്കേപ്പ് ആക്ട് പോലെയുള്ള ജാലവിദ്യകൾ കാണിക്കുന്ന സമയത്ത് ഭയങ്കര എതിരായിരുന്നു അച്ഛൻ. കാരണം അന്ന് വൈക്കോലുണ്ട കത്തിയെ സംഭവം അത് പറയുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ആലും അതിലൊരു കഥാപാത്രമാണ്. അന്ന് വൈക്കോലുണ്ട ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൂട്ടിയിടും. അത് അന്ന് ആ വൈക്കോല് കൂട്ടിയിട്ട് അത് ഇതിൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് വൈക്കോല് ഒരു ഭാഗത്ത് വൈക്കോല് ഇങ്ങനെ കൂട്ടി നിൽക്കരുത്. ഫയർ എസ്കേപ്പ് ആക്ട് അതിൻ്റെ പരിശീലനത്തിൻ്റെ സമയത്താണ് തൊട്ടടുത്ത് മറ്റൊരു മരത്തിലുണ്ടായിരുന്ന വലിയൊരു വൈക്കോലിൻ്റെ ഒരു കൂന ഒന്നായിട്ട് കത്തി. ആ കത്തിയിൽ അതിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു ആലിൻ്റെ ഒരു തൈ അങ്ങനെ കരിഞ്ഞു നിൽക്കണ്ടായിരുന്നു. ആ ആലാണ് ഇത് പറിച്ചുകൊണ്ടെന്ന് വലിയതായിട്ട് പറയാം. ഈ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് ഉള്ള ജാലവിദ്യ. ഏകദേശം 2 വർഷം എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും. ഈ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കാലിൽ കെട്ടി തൂക്കിയിട്ട് ക്രെയിനിൽ കീഴോട്ടിറക്കി വൈക്കൂൽക്കൂരക്കകത്ത്. അപ്പോൾ ഇത് ഞങ്ങൾ അച്ഛനും അമ്മയും കാണാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് രാത്രി ഒഴിഞ്ഞ സ്ഥലത്ത് അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ പ്രാക്ടീസൊക്കെ വരുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ വൈക്കോല് കൂട്ടി വയ്ക്കും. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിലന്നല്ലേ. കുറേ കാലം ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പേടി. ഇങ്ങനെയുള്ള ജാലവിദ്യകൾ അവതരിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ പേടി. തോക്കിൻ്റെ ഉണ്ട കടിച്ചു പിടിക്കുക, ഇങ്ങനെയുള്ള അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ജാലവിദ്യകൾ അവതരിപ്പിക്കുമ്പോൾ അന്ന് അച്ഛനും പറഞ്ഞിരുന്നു, ഇപ്പോൾ അമ്മയും പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ജാലവിദ്യകൾ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ. കാരണം ഇയാളെന്താണെങ്കിലും അത് പറഞ്ഞാൽ സമ്മതിക്കില്ല. അങ്ങനത്തെ ജാലകൾ അവതരിപ്പിക്കാനാണ് ഇയാൾക്ക് കൂടുതൽ താല്പര്യം. പേടിപ്പെടുത്തുന്നതും അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഉണ്ട കടിച്ചു പിടിക്കുന്ന ഒരു ജാലവിദ്യ പണ്ട് നടത്തിയിട്ട് അന്ന് ഞങ്ങൾ അമ്മ എത്രയാ കരഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഗ്രാമത്തിലെ ഞാൻ അച്ഛൻ എന്ന് വിളിക്കുന്ന വേലുവാശാരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയ മുഖമാണ് വേലുവാശാരിയുടേത്. അച്ഛൻ്റെ കൂടെ എപ്പോഴും ഈ അച്ഛൻ ഉണ്ടാവും. അച്ഛനും തമ്മിലിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അച്ഛൻ വീട്ടിൽ വന്ന് ഈ മരപ്പണി എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ, വേലുവാശാരിയുടെ കൂടെ ഞാൻ അടുത്തടുത്ത് പോയിരുന്നു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അവിടുന്ന് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. കഥകൾ എന്ന് പറയുന്ന സമയത്ത് പഴയ കാലത്ത് ഒരുപാട് കഥകൾ. അതിൽ ഒരുപാട് എന്നെ ആകർഷിച്ചിരുന്ന കഥകളായിരുന്നു ഈ പാണന്മാർ ഒടിമറയൽ വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒടിമറയുന്ന കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് അച്ഛനോട് ഞാൻ അതിൻ്റെ വീണ്ടും അതിൻ്റെ അത്ഭുത ലോകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് വീണ്ടും ആ കഥ അച്ഛനോട് ഇങ്ങനെ പറയിപ്പിക്കും. ഒരുപക്ഷേ ഈ മാജിക്കിനോട് എനിക്കൊരു കമ്പം തോന്നി തുടങ്ങിയത് ഇത്തരം ഈ കഥകൾ കേൾക്കുന്ന സമയത്തായിരിക്കാം. പിന്നെ ജാലവിദ്യ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് മാജിക്കിൻ്റെ ഒരു ഉപകരണം ഉണ്ടാക്കി തരുന്നത് അച്ഛനാണ്. ആ മാജിക്കിൻ്റെ മരം കൊണ്ടുള്ള ചെറിയൊരു പെട്ടി എനിക്ക് ഉണ്ടാക്കി തന്നു. ആ പെട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാനൊരു ജാലവിദ്യ എന്ന് പറയുന്നത് അരങ്ങേറുന്നത്, ജാലവിദ്യ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പാണൻ എന്ന് പറഞ്ഞൊരു സമുദായമുണ്ട്. അവർക്കൊരു ഒടിമറിയലുണ്ട്. ആ ഒടിമറിയലിൻ്റെ സംഭവം ഇവനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി. എങ്ങനെയത് ഒടിമറിയാന്ന് അതിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് ചില വെള്ളബേരി എന്നിട്ടൊരു സാധനമുണ്ട്, അത് ഒലിക്കും. അതിനെ ഉണക്കിയുണ്ടാക്കി പൊടിച്ച് പണം മരത് ചേട്ട് വയ്ക്കും. അതിനാണ് അത് കഴിഞ്ഞ് ഒടി പറഞ്ഞു വരുമ്പോൾ അട്ടിയാള തിളച്ച വെള്ളം മുഖത്തേക്ക് ഒഴിക്കും. അപ്പോൾ ഇത് പോവും, ആ മരുന്ന് പോവും. അങ്ങനെയാണ് ഒടി പറയൽ. അത് പറഞ്ഞതിന് ശേഷമാണ് അവന് മേജിക്കുമ്പോഴേക്ക് അധികം കമ്പ പിടിച്ചത്. അതിൽ ഞാനൊരു പെട്ടി ഉണ്ടാക്കി, മേജിക്ക് മുക്കോണ് ആയിട്ടൊരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അവിടുന്ന് കിട്ടാത്ത തുടക്കം. പിന്നെ മേജിക്കോട് ആദ്യം കാണിച്ച് ഞങ്ങളൊരു അമ്പലമുണ്ട് അവിടെ തറവാട്ടിൽ, അവിടെയാണ് ആദ്യം അരങ്ങേറിയത്. ഇത് എൻ്റെ കളിക്കൂട്ടുകാരൻ രാജൻ, വേലുവാശാരിയുടെ മോനാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ രാജൻ്റെ കൂടെയാണ്. 7ാം ക്ലാസ് രാജൻ പഠനം നിർത്തി. എൻ്റെ പേരിൽ രാജനുമായിട്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. 7ാം ക്ലാസ്സിന് ശേഷം രാജൻ പിന്നെ മുഴുവൻ ആശാരിപ്പണിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അന്നും ഇന്നും എൻ്റെ ദുഃഖങ്ങളും സന്തോഷവും എല്ലാം പങ്കിടുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് രാജനാണ്. രാജന് എൻ്റെ മാജിക്കിൻ്റെ രംഗത്തുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയ സമയത്ത് അവിടുന്ന് രക്ഷിച്ചത് രാജനാണ്. എൻ്റെ എല്ലാ സന്തോഷങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രാജനായിരുന്നു.
മാജിക്കിൻ്റെ എനിക്കുള്ള എല്ലാ ഉപകരണങ്ങളും ആദ്യം വേലുവാശാരിക്ക് ഉണ്ടാക്കി തന്നതിന് ശേഷം പിന്നെ രാജനാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല മുഴുവൻ ഏറ്റെടുത്തത്. ഇപ്പോൾ ഞാൻ വേദിയിൽ കാണിക്കുന്ന ഒരുപാട് മാജിക് ഉപകരണങ്ങൾ രാജൻ്റെ ഈ ആശാരിപ്പണിയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. രാജനുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന വല്ലാത്തൊരു ബന്ധമാണ് ഞാനും രാജനും തമ്മിലുള്ളത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട രാജൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് പഴയ ഒരുപാട് കഥകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഒരു രണ്ടാം ജന്മത്തിലേക്ക് വന്ന ഒരു സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അന്ന് മാജിക്കിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ബസ് വാങ്ങിച്ചിരുന്നു ഞാൻ. ആ ബസ് അടവിനെടുത്ത് വാങ്ങിക്കുകയും വല്ലാതെ കടം കയറുകയും അത് അടച്ചു തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വല്ലാത്തൊരു കണ്ടീഷനിൽ വന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഈ ട്രാൻസ്ഫോമറിൽ പിടിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് എങ്ങനെയോ ആ നിമിഷം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എന്നെ കാണുകയും എന്നെ അവിടുന്ന് പിടിച്ച് വലിച്ചിടുകയും ചെയ്തു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ രണ്ടാമതൊരു ജന്മത്തിലേക്കുള്ള എൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മാജിക്കിൻ്റെ രംഗത്തേക്ക് ഞാൻ കുതിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവുകയും പിന്നീട് മാജിക്കിൻ്റെ രംഗത്തേക്ക് വരികയും ചെയ്തു. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ തുടങ്ങിക്കൊണ്ടൊരു ജ്വരമായിരുന്നു ഇയാൾക്ക്, ഗോപിക്ക്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മാജിക് എന്ന് പറയുമ്പോൾ എനിക്കതിനെപ്പറ്റി വലിയൊരു താല്പര്യമൊന്നും തോന്നുമായിരുന്നില്ല. കാരണം അത് എന്താ ഇപ്പോൾ ഈ മാജിക്കിനോട് ഇത്രമാത്രം താല്പര്യം തോന്നാമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ അതിൽ തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു ഗോപി. ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് 5ാം ക്ലാസ് UP സ്കൂളിൽ കടന്നതോടുകൂടി ചെറിയ പരിപാടികളൊക്കെ സ്കൂളിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കിനെ പറ്റി ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുക ഈ ട്രാൻസ്ഫോമറിൻ്റെ ചോട്ടിലിരുന്നിട്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഗോപി മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി അത് ഒരു ശരിയായ രീതിയിലുള്ള പോക്കാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഉടനെ തന്നെ പിടിച്ചു മാറ്റി. എന്നിട്ടാണ് ഞാൻ ഈ കഥ അറിയുന്നത്. പിന്നെ വളരെ വിഷമം തോന്നിയൊരു സംഭവമായിരുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണല്ലോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. രാജനൊന്ന് അടവടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തികമായിട്ടും സഹായിക്കാനൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റി. അതുപോലെ തന്നെ അച്ഛനും എല്ലാം കൂടി അങ്ങനെ എല്ലാം കൂടി ആ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്നത്തെ മുതുകാടുണ്ടാവുമെന്ന് സംശയമായിരുന്നു. മഞ്ചേരി NSS കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ മാജിക്കിൻ്റെ രംഗത്തേക്ക് മുഴുവനായിട്ട് ലയിച്ചു ചേരുകയായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു ട്രൂപ്പ് ഈ കവളമുക്കട്ട ഗ്രാമത്തിൽ തട്ടിക്കൂട്ടി ഒരു 4-5 ആളുകൾ ചേർത്തുകൊണ്ട് ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ആദ്യ ലക്ഷ്യം. അപ്പോൾ ഈ ട്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞോട് കൂടിയിട്ട് അച്ഛൻ, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വളരെ വിദ്യാഭ്യാസം അധികം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വളരെ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛനെ മനസ്സിലായി മാജിക്കിൻ്റെ ലോകത്തേക്ക് പോകുന്നത്, ഒരു തെരുവ് ജാലവിദ്യക്കാരുടെ ലോകത്തേക്ക് പോകുന്നു എന്നൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാവാം അച്ഛൻ എന്നെ പിടിച്ച് ബാംഗ്ലൂരിൽ LLBക്ക് കൊണ്ട് ചേർത്തു. 1 വർഷക്കാലം പിന്നെ LLBക്ക് അവിടെ ബാംഗ്ലൂരിലായിരുന്നു എൻ്റെ താമസം. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവൻ സ്വപ്നങ്ങൾ ഈ കവളമുക്കട്ട ഗ്രാമത്തിൽ ഞാനുണ്ടാക്കിയ കൊച്ചു ട്രൂപ്പും അതുപോലെ തന്നെ ഈ ട്രൂപ്പിനകത്തുള്ള മാജിക്കിൻ്റെ ഒരു സ്വപ്നം, മാജിക്കിൻ്റെ ലോകത്തേക്ക് ഉയരുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് LLB പഠനം നിർത്തിയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അതോടുകൂടിയിട്ട് അച്ഛനും ഞാനും തമ്മിൽ പിണങ്ങി. അങ്ങനെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് കയറ്റാതെയായിപ്പോയി. അപ്പോൾ അന്ന് അമ്മയുടെ സഹായത്തോടു കൂടിയിട്ട് ഈ റാട്ടപ്പുരയിൽ ആയിരുന്നു പിന്നെ ഏകദേശം 1 വർഷക്കാലം എൻ്റെ താമസം. അപ്പോൾ ഈ റാട്ടപ്പുര എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന റാട്ടപ്പുരയാണ്. ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് ഈ ഷീറ്റ് പുകയ്ക്കിടുന്ന റൂമുണ്ട്. ആ റൂമിനകത്തായിരുന്നു എൻ്റെ താമസം. അപ്പോൾ ആ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ റാട്ടയിൽ നിന്നുണ്ടാകുന്ന ഈ റബ്ബർ ഷീറ്റിൻ്റെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടാകുന്ന ഒരു വല്ലാത്ത മലിനജനത്തിൻ്റെ വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഒരു കൊല്ലക്കാലം ഞാനിവിടെ കഴിഞ്ഞു കൂട്ടിയത്. അമ്മ ഭക്ഷണം കൊണ്ടുതരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അച്ഛനുമായിട്ടൊരു വല്ലാത്തൊരു അകലത്തിലായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വല്ലാതെ. അപ്പോൾ ആ ഒരു കാലത്ത് ഈ റാട്ടപ്പുരയിൽ താമസിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു നേട്ടം ഈ പുസ്തകങ്ങളിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു എനിക്ക്. അപ്പോൾ ഹാരി ഹൗഡനിയുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ഉണ്ടായി. സീക്രട്സ് ഓഫ് ഹൗഡനി എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഹൗഡനിയെ പോലെ എസ്കേപ്പ് ആക്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെയാണ് ശരിക്കും ഹൗഡനിയുടെ ബുക്ക് വായിച്ചിട്ട് ആദ്യമായിട്ട് ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ ഈ വീടിൻ്റെ പുറത്തുള്ള അവിടെ എല്ലാം വൈക്കോലെല്ലാം കൂട്ടിവെച്ച് അതിനകത്തേക്ക് ചാടി അതിനകത്ത് രക്ഷപ്പെടുന്ന ജാലവിദ്യ കാണിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഈ റാട്ടപ്പുരയിലുള്ള താമസം ഒരുപക്ഷേ ഈ ഫയർ എസ്കേപ്പ് ആക്ടിലേക്ക് ഒരു വഴി ആയിരുന്നു. അത് ശരിക്കും മാജിക്കിൻ്റെ ലോകത്തേക്ക് എനിക്ക് ഒരു വിശാലമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ശരിക്കും ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ എനിക്ക് ഒരുക്കി തന്നത്. ഇത് കവളമുക്കട്ട അങ്ങാടി, എൻ്റെ പ്രിയപ്പെട്ട പട്ടണം. ഞാൻ 1964 ജനിച്ചത്. ഈ 64 ജനിക്കുന്ന സമയത്ത് ആ വർഷമാണ് ഇവിടെ കവളമുക്കട്ട എന്ന് പറയുന്നത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കാലത്താണ് ശ്രീധരൻ അങ്കിൾ ഈ ഭാഗത്ത് റീഗൽ എസ്റ്റേറ്റ്, ഒരു റബ്ബർ എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? 1964 സെപ്റ്റംബർ 16 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു ജോക്കറുണ്ട്. ജോക്കർ എന്ന് പറഞ്ഞാൽ ശ്രീധരൻ അങ്കിളിൻ്റെ എസ്റ്റേറ്റിലെ മാനേജറാണ്. അപ്പോൾ ആ ജോക്കറിനെ കാണാൻ വേണ്ടി അതൊരു ഞങ്ങളൊരു കഥാപാത്രമായിരുന്നു. കാരണം ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ജോക്കർ ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ക്യാപ്പ് വെച്ച് ഇതുപോലത്തെ തൊപ്പി വെച്ച് അപ്പോൾ ഞങ്ങൾ കാണുന്ന സമയത്ത് ഈ ജോക്കറിനെ കാണുന്നത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു ആ കാലത്ത്. ആ കാലം മുതൽ 64 ഞാൻ ജനിച്ച ആ വർഷം മുതൽ അങ്കിൾ ഈ കവളമുക്കട്ട എന്ന് പറയുന്ന ഈ സ്ഥലം കാണാൻ തുടങ്ങിയത്. അന്നിവിടെ പീടികളൊന്നും അധികം ഇല്ല. എണ്ണത്തിൽ വിരലിലെണ്ണാവുന്ന പീടികളേ ഉള്ളൂ. റോഡിൻ്റെ സ്ഥിതിയാണെങ്കിൽ
മെറ്റൽ റോഡും അല്ല, ചെളിക്കുണ്ടും അല്ല. പലപ്പോഴും ഈ 4 വീൽ ഒരു ഫോർഡ് ലോറി ഉണ്ട്, ജീപ്പ് ഉണ്ടായിരുന്നു, അത് തന്നെ 4 വീലും താന്നു പോകും. പിന്നീട് ഒലട്ടി മരങ്ങൾ കൊണ്ടുവന്ന് ക്രോസ് സൈഡ് ഇടും. അതെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്ഥിതിയായി.